ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ ഇത്തവണ SSLC എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അല്ലേ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷയം ഇതാണ്, ഗ്രേസ് മാർക്ക്. ഓക്കെ, ഗ്രേസ് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പല സംശയങ്ങളുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ എന്താണ് നിങ്ങളുടെ സംശയം എന്നുള്ള എന്തായാലും എന്ത് ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സംശയത്തിനും മറുപടി തരാൻ ഷമീം സാർ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് ഗ്രേസ് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വല്ല തീരുമാനമായിട്ടുണ്ടോ, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. മക്കളെ, ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലറാണ് ഗവൺമെൻറ് പുറത്തുവിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിലെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് സർക്കുലർ. നമുക്ക് 3/4/2025 ഈ ഒരു സർക്കുലർ വന്നിട്ടുള്ളത്. നമ്മുടെ പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം അല്ലേ, അവിടെ നിന്നാണ്, ആ ഓഫീസിൽ നിന്നാണ് ഇത്തരം ഒരു സർക്കുലർ വന്നിട്ടുള്ളത്. വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗ്രേസ് മാർക്കിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നത് സംബന്ധിച്ച്. എന്തിനാണ് ഓൺലൈനായിട്ട് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത്? ഗ്രേസ് മാർക്കൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓൺലൈനായിട്ട് വിവരങ്ങൾ ശേഖരിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഗ്രേസ് മാർക്ക് ഇത്തവണയും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് സന്തോഷമായിട്ട് ഇരിക്കുക. എല്ലാവർക്കും, അർഹതപ്പെട്ട എല്ലാവർക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. എത്ര സ്കോറാണ് ലഭിക്കുക, ഓരോന്നിനും എത്രത്തോളം സ്കോറാണ് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ല. നമുക്കൊന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നത്. ഓക്കെ, 2025 SSLC, THSSLC, SSLC HI, THSSLC HI പരീക്ഷകളിൽ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ അതാത് സ്കൂളിൽ നിന്ന് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ മക്കളെ, നമുക്ക് ഡ്യൂട്ടിയൊന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചെയ്യേണ്ടത് ആര് ചെയ്തോളും? സ്കൂൾ അധികൃതർ ചെയ്തോളും, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ചെയ്തോളും. ഓക്കെ, അതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ള, അല്ലെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഒന്ന് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. അതവർ ചെയ്തോളും. അവരത് കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് അവർക്ക് പരിചയമുള്ളതാണ്, അവരത് കൃത്യമായിട്ട് ചെയ്യും. എങ്കിലും നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കൂൾ അധികൃതരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ 4/4/2025 മുതൽ 16/4/2025 വരെ ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഡേറ്റ് വളരെ കൃത്യമാണ്. എന്നാണ് ഈ പ്രോസസ്സ് സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ചെയ്ത് തീർക്കേണ്ടത് എപ്പോഴാണ്? 4-ാം തീയതിക്കും 16-ാം തീയതിക്കും ഇടയിലായിട്ട് ചെയ്ത് തീർക്കണം. 16-ാം തീയതിക്കുള്ളിൽ എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം, ഗ്രേസ് മാർക്കിന് അർഹതയുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ? പിന്നെ SSLC വിദ്യാർത്ഥികളുടെ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രിൻ്റ് ഔട്ട് അതാത് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും NCC ബറ്റാലിയൻ ഓഫീസർക്കും സ്കൂളുകളിൽ നിന്നും സമർപ്പിക്കേണ്ടതാണ് അല്ലേ? എല്ലാം സ്കൂൾ അധികൃതർ ചെയ്തിടും. അപ്പോൾ ഇത് ചുമ്മാ അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, അവരെന്ത് ചെയ്യണം, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും വേണം എന്നാണ് പറയുന്നത്. പിന്നെയോ, യെസ്, നെക്സ്റ്റ്, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത വിവരങ്ങൾ അടങ്ങിയ സ്കൂളുകളിൽ നിന്നുള്ള പ്രിൻ്റ് ഔട്ടും സർട്ടിഫിക്കറ്റിൻ്റെ പ്രഥമാധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളുമായി ഒത്തുനോക്കി പരിശോധിച്ച് അതാത് വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരും സ്പോർട്സ് ആൻഡ് ഗെയിംസ്, അതുപോലെ CSC ദേശീയ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്, സദേൺ ഇന്ത്യ സയൻസ് ഫെയർ വിഭാഗങ്ങളിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുമാണ് അന്തിമമായി ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. അധികൃതർക്ക് മാത്രമുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. നമുക്ക് ഇത്രയാണ് ഹാപ്പി ന്യൂസ്, ഗ്രേസ് മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ? സ്റ്റുഡൻറ്റ് പോലീസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ SPCക്കൊക്കെ ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യത ഉറപ്പുവരുത്തിയിട്ട് ഒപ്പിടേണ്ടതും സ്റ്റുഡൻസ് പോലീസ് ലേസൺ ഓഫീസർ ആയിട്ടുള്ള CI ഓഫ് പോലീസാണ്, ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ എന്നിവരുടെ സാക്ഷ്യപ്പെടുത്തൽ നടത്തേണ്ടതാണ്. അങ്ങനെയുള്ള വെരിഫിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് എന്ത് അനുവദിക്കുക, ഈ ഗ്രേസ് മാർക്ക് അനുവദിക്കുക. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് എന്ത് കിട്ടും, ഗ്രേസ് മാർക്ക് കിട്ടും. ഓക്കെ, ഗ്രേസ് മാർക്ക് തീർച്ചയായിട്ടും കിട്ടും നമുക്ക് അർഹതയുണ്ടെങ്കിൽ. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ആ ഒരു സന്തോഷ വാർത്ത അല്ലെ, ഗ്രേസ് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയം തീർത്തു കൊടുക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ആവശ്യമുള്ളവർക്ക് മുഴുവൻ വായിച്ചു നോക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസായിട്ട് ഷമീം സാർ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടാറ്റ, ബൈ ബൈ.